ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അനി നന്ദുവിനോട് പറയുന്നുണ്ട്, അനാമികയ്ക്കാണെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവൾക്ക് അനന്തപുരിയിലെ മരുമോളാണെന്ന് പറഞ്ഞ് കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ അച്ഛനും അമ്മയ്ക്കും അത് തന്നെയാണ്. അല്ലാതെ എൻ്റെ സ്നേഹമോ എന്നോട് സ്നേഹിക്കണമെന്നോ എനിക്ക് സ്നേഹിക്കണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും അവൾക്കില്ല. അതുകൊണ്ട് അവൾ ഒരുപാട് കാലമൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അവൾ പോവുകയാണെങ്കിൽ നീ ആ സ്ഥാനത്തേക്ക് വരണം, അത് എനിക്ക് നിർബന്ധമാണെന്നൊക്കെ പറയും. അതിന് നീ ഇങ്ങനെ പറയാതെ, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ ഇങ്ങനെ മാറി മാറി ഉപദേശിക്കുകയാണ്. പക്ഷേ അവർക്കെല്ലാം ഞാൻ വാക്ക് കൊടുത്തതായിരുന്നു. എന്നിട്ടും ക്യാമ്പിന് പോകുന്നതിൻ്റെ അവസാന നിമിഷം പോലും ഞാൻ അവരെ ചീറ്റ് ചെയ്യുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആകെ കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയും. നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ക്യാമ്പിൽ ചെന്നാലും നീ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണം, അല്ലെ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നീ എന്നെ മറക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് നന്ദു പറയുന്നുണ്ട്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ. അതൊന്നും സാരമില്ല, ഇഷ്ടമുള്ള ഒരാൾ വിളിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇഷ്ടമുള്ള ഒരാൾ മരിച്ചുപോയി എന്ന് കേൾക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ അവരെ വിളിച്ച് ഇടയ്ക്കൊക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നീ വേറെ ഒന്നും നോക്കണ്ട, എന്നെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ പറയും. അന്നേരത്തേന് നന്ദു പറയുന്നുണ്ട്, സമയമായി, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന്. അതിനെന്താ, ഇനിയും 10-15 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ എന്ന് പറയും. എനിക്ക് ഓടിച്ചെന്ന് വണ്ടിയെ കയറാനൊന്നും വയ്യ, അതുകൊണ്ട് 10 മിനിറ്റ് നേരത്തെ ചെല്ലണമെന്ന് പറയും. നീ ഓടണ്ട, ഞാൻ എടുത്ത് കയറ്റാമെന്നുണ്ടേ അനി പറയുന്നുണ്ട്. നന്ദു തന്നെ പറയും, അനി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് പോകാമെന്ന് പറയും. വീട്ടിലെല്ലാവരും എന്നെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും ഇനി മൈൻഡ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ ഭാര്യ അത്ര നല്ല പെൺകുട്ടിയൊന്നും അല്ല. അത് കാരണം പിന്നെ ഞാൻ അവളെ അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ നന്ദുവിനോട് പറയുമ്പോഴും നന്ദു പറഞ്ഞു കൊടുക്കുന്നത് മാക്സിമം എങ്ങനെയും അനാമികയായിട്ട് ഒത്തുപോകാനാണ്. പക്ഷേ അനി ഒട്ടും തന്നെ അടുക്കുന്നില്ല. അനിക്ക് നന്ദുവിൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്നുള്ള ഒരു ഇതാണ്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ നയനയോടും ദേവയാനിയോടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മോള് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ആദർശിനോട് തുറന്നു പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും. അത് കേട്ടുകൊണ്ട് വരുന്ന കനകയും പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായം അതുതന്നെയാണ്, ആദർശ് മോനോട് ഇതൊന്നും മറച്ചു വെക്കാൻ പാടില്ലായിരുന്നു പറയും. അത് ശരിയാണ്, ആദർശേട്ടൻ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ മുത്തശ്ശനെ പോലെ തന്നെയാണ് ആദർശേട്ടനും, കള്ളം പറയുന്നത് സഹിക്കില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുള്ളെന്ന് നവ്യം പറയും. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു മോളുമായിട്ട് ഞാൻ സ്നേഹത്തിലായെന്ന് പറയാനായിട്ട്. പക്ഷേ മോൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോളത് പറയാം, മോനോട് പറഞ്ഞോളാൻ പറയും, ഇനി അങ്ങനെ ഒത്തിരി വെച്ച് താമസിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയും. അപ്പോഴത്തേന് ഗോവിന്ദനും പറയുന്നുണ്ട്, ശരിയാണ്, എത്രയും പെട്ടെന്ന് അതങ്ങ് പറയുന്നതാണ് നല്ലത്. ഇപ്പം തന്നെ നന്ദു പോകുന്നെന്ന് പറഞ്ഞിട്ട് പോലും ആദർശ് മോൻ ഇങ്ങോട്ട് വന്നില്ല, വിഷുവിനും ഇങ്ങോട്ട് വന്നിട്ടില്ല, എന്തോ ഒരു പിണക്കം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊക്കെ തീർക്കണം, നീ എല്ലാം പറയണമെന്ന് പറയും. അപ്പം നയനെ ഉടനെ ദേവയാനി നോക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, എന്നെ നോക്കണ്ട, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അത് എല്ലാ കാര്യങ്ങളും അവനോട് നീ പറഞ്ഞോളാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് സന്തോഷം കയറിയിട്ട് ദേവയാനിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഓ ഇവളുടെ ഒരു സന്തോഷം കണ്ടോ, ആദർശ് മോനോട് അതൊക്കെ പറയേണ്ട വന്ന ഓർക്കുമ്പോൾ എന്നൊക്കെ പറയും. അന്നേരത്തേന് നവ്യയും പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകും, അമ്മയും മരുമോളും തമ്മിൽ ഒരുപാട് സ്നേഹമായല്ലോ എന്ന് കേൾക്കുന്നത് ആഗ്രഹിച്ചിരിക്കുന്ന ആളല്ലേ എന്നൊക്കെ നവ്യ പറയും. എന്നാലും ആദർശേട്ടനോട് കള്ളം പറഞ്ഞത് ആദർശേട്ടൻ സഹിക്കുമോ എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, അവന് എന്നോട് കള്ളമല്ലേ പറഞ്ഞിരുന്നത്, മോളാണ് എനിക്ക് കരൾ തന്നതെന്ന് എന്നെങ്കിലും അവൻ എന്നോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അന്നത്തെ സാഹചര്യം അല്ലായിരുന്നല്ലോ അമ്മായി, ഇപ്പം അന്നേരം അത് ആദർശേട്ടൻ സമ്മതിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു പേടിയുന്നുണ്ട് നവ്യ പറയുന്നുണ്ട്. നന്ദുവിനെ യാത്രയാക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന അനിയും കൂട്ടുകാരെയാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, എന്തായാലും അവൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി പോയെന്ന്. അപ്പോഴത്തേന് അനി പറയും, ശരിയാണ്, ട്രെയിൻ അകന്നു പോകുന്ന കാണുമ്പോഴത്തേന് സങ്കടത്തോടെ നിൽക്കുന്ന നായകന്മാരെയൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു അനുഭവം എനിക്ക് ഇപ്പം തോന്നിയത്, അവൾ പോയപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയെന്നൊക്കെ പറയും. അത് ശരിയാടാ, ഞങ്ങൾക്കും അതുപോലൊക്കെ തോന്നി എന്ന് കൂട്ടുകാരന്മാർ പറയും. എന്തായാലും അവൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് ആകെ ബിസി ആയിരിക്കും, എന്നെ വിളിക്കുമെന്നൊന്നും അറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കണമെന്നൊക്കെ അനി പറയും. പിന്നെ ഇവൾ വിളിക്കാതെ എന്നെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ക്രിമിനൽ കേസായാലും വേണ്ടില്ല, ഞാൻ ക്യാമ്പിൽ ചെന്ന് കയറുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുകയാണ് അനി. എന്നാലും നിൻ്റെ ഭാര്യ ഒരു വല്ലാത്ത സാധനമാണല്ലോടാ, നിൻ്റെ കൂടെ അവൾ ജീവിക്കത്തുമില്ല, നിന്നെ ഒട്ട് ജീവിക്കാൻ വിടത്തുമില്ല, ഇതിന് എങ്ങനെ നീ സഹിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് അനി പറയുന്നുണ്ട്, അവളുമായിട്ട് ഞാൻ ഒരുപാട് കാലമൊന്നും മുന്നോട്ട് പോകത്തില്ല, താമസിയാതെ തന്നെ ഡൈവോഴ്സ് ആകുന്ന ലക്ഷണം തന്നെയാണ് കാണുന്നത്. അപ്പോഴത്തേന് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട്, അവൾ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. എൻ്റെ ഇഷ്ടത്തിന്
ആരെങ്കിലുമൊക്കെ എതിര് നിന്നാൽ എന്നെ സ്നേഹിക്കുന്നവരാണെന്നോ എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്നോ ഒന്നും ഞാൻ നോക്കാതെ എൻ്റെ തീരുമാനങ്ങൾ തന്നെ ഞാൻ നടപ്പിലാക്കുമെന്നും അനി പറയുന്നുണ്ട്. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ആദർശേട്ടനെ എങ്ങനെയും ചാക്കിട്ട് കാര്യം സാധിച്ചെടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നു പറയും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നത് കാണാനാണ് ഞങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നതൊക്കെ കൂട്ടുകാരും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി വരുന്നതാണ്. അന്നേരത്തേന് അന്തുവും പോയതിൻ്റെ പേരിൽ ഇവരെല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി ഇവരെയൊക്കെ ആശ്വസിപ്പിക്കും. അന്നേരത്തേന് ഗോവിന്ദൻ പറയും, എന്തായാലും അനിയെ ഒന്ന് നന്നായിട്ട് ഉപദേശിക്കണം. അവൻ്റെ വല്യമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കണ്ടിട്ടും അവൻ കണ്ടില്ലേ, അത്ര ധൈര്യത്തോടു കൂടി അവൻ കയറി വരണമെങ്കിൽ നന്ദുവിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് അവനെ എങ്ങനെയും പറഞ്ഞു തിരുത്തിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പം കനകയും പറയുന്നുണ്ട്, എങ്ങനെയും പറഞ്ഞു തിരുത്തണം, ഞങ്ങൾ പറയാവുന്നൊരു മാക്സിമം ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. ഞാൻ എന്തായാലും അവനോട് പറഞ്ഞോളാം. അവൻ എന്ത് ചെയ്യാനാ, അനാമികയ്ക്കാണെങ്കിലും അവനോട് സ്നേഹമൊന്നുമില്ല, അതുകൊണ്ടാണെന്ന് പറയും. മോളോട് സ്നേഹിക്കാൻ പറയണമെന്ന് കനകയും പറയുന്നുണ്ട്. അത് ശരിയാ, നയനയും ആദർശമായിട്ട് പിണങ്ങിയിരുന്നെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ പിന്നീട് സ്നേഹമായല്ലോ. അവർക്ക് രണ്ടുപേർക്കും പരസ്പര സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ അനാമികയ്ക്ക് അനിയോടൊരു തരിമ്പ് സ്നേഹമില്ല. അതാണ് അവരുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നൊക്കെ പറയും. പിന്നെ നന്ദു പോയതിൻ്റെ സങ്കടത്തിൽ ഇരിക്കുന്ന നിങ്ങളായതുകൊണ്ടാണ് ഞാൻ എൻ്റെ മരുമോളെ ഇവിടെ നിർത്തിയിട്ട് പോരുന്നത്. അല്ലെങ്കിൽ എൻ്റെ മോളില്ലാതെ എനിക്ക് അവിടെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നയനെ നോക്കിയിട്ടൊക്കെ ദേവയാനി അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇവരെല്ലാവരും സന്തോഷത്തോടെ ദേവയാനിയെ യാത്രയാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഹാളിലിരുന്ന് എന്തോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അനിയോട് ചോദിക്കും, നീ എവിടെ പോയായിരുന്നു? ഞാനൊന്ന് പുറത്ത് പോയതെന്ന് പറയും. നന്ദു ഇന്ന് ക്യാമ്പിൽ പോകുമല്ലായിരുന്നു, നീ പോയി അവളെ കണ്ടില്ലേന്ന് ചോദിക്കും. ഞാൻ കണ്ടായിരുന്നു പറയും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ അങ്ങനെ പോകരുന്നു, അതൊക്കെ ഈ വീട്ടിൽ പ്രശ്നമാകുകയില്ലേ, അനാമി അതൊക്കെ വെച്ച് പ്രശ്നം ഉണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ അവളുടെ ഒന്ന് പോയി കണ്ടെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പം, അവളെൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറയും. എന്തായാലും ഞാനത് പോയത് കൊണ്ട് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ, പിന്നെ ഒരു ഉപകാരം ഉണ്ടായതേ ഉള്ളെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കാറ് പുറത്ത് കിടപ്പുണ്ടായിരുന്നു, അത് ആരുടെയാണെന്ന് ആദർശേട്ടൻ ചോദിക്കാൻ പറയും. ആരുടെയാണെന്ന് ചോദിക്കും. വേറെ ആരുടെയല്ല, വല്യമ്മയുടെ കാറായിരുന്നു എന്ന് പറയും. അത് കേട്ടുകൊണ്ടാണ് ജയനും അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദർശ് അവരോട് പറയും, കണ്ടോ അമ്മ ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞു പോയത് നയനയുടെ വീട്ടിലേക്കായിരുന്നു, ഇങ്ങനെ കള്ളം പറഞ്ഞ് പോകുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് അനി ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നോ ഇതൊക്കെ എന്ന് ചോദിക്കും. അതെ ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് പറയും. അതിന് വല്യമ്മയ്ക്ക് നേരത്തെ ഇവരെയൊക്കെ ഇഷ്ടമില്ലായിരുന്നല്ലോ, വെറുപ്പല്ലായിരുന്നോ എന്ന് ചോദിക്കും. എടാ അതൊക്കെ ഉരുകി ഒലിച്ച് പോയി, ഇപ്പോൾ അവരിതൊക്കെ ഭയങ്കര സ്നേഹമാണ്. മരുമോളെയാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടം ദേവയാനിക്കെന്ന് പറയും. ആണോ, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ അനി പറയുന്നുണ്ട്. അതൊക്കെ കാര്യം ശരിയാ, എന്നാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നയന എന്നോട് ഇതൊന്നും പറഞ്ഞില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനി പറയുന്നുണ്ട്, ശരിയാണ് വല്യമ്മയ്ക്ക് ഇത് പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാണും, പക്ഷേ നയനടുത്ത് എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ആദർശേട്ടനോട് അത് സ്വകാര്യമായിട്ടെങ്കിലും പറയാമായിരുന്നു. അത് കേൾക്കുമ്പോൾ ആദർശ് പറയും, കണ്ടോ അവൻ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിലും ഉള്ളത് എന്നൊക്കെ പറയും. അന്നേരത്തേന് അജയൻ പറയുന്നുണ്ട്, എന്താടാ ഇത് എന്ന്. അനി അവനെ കൂടുതൽ ചൂട് പിടിപ്പിച്ചെന്നുള്ള ഭാഗത്തിലാണ് പറയുന്നത്. ഞാൻ ഇനി എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്, നയന എന്നോട് കള്ളത്തരം കാണിച്ചു, എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു, അത് കാരണം എന്നെ ചതിച്ച എനിക്ക് ഞാനൊരു മറുപടി കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കാര്യമൊന്നും അറിഞ്ഞ കാര്യം നീ ആരോടും പറഞ്ഞേക്കരുതെന്ന് പറയും. അമ്മയോ നയനയോ ഈ കാര്യമൊന്നും അറിയണ്ടെന്ന് പറയും. അത് ശരിയാ, ഞാൻ ആണ് ഇതൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അനി. അന്നേരത്തേന് ആദർശ് ദേഷ്യപ്പെട്ട് അകത്തോട്ട് പോകും. അന്നേരത്തേന് അനി അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, ഇതുവരെ രണ്ടുപേരും ഒന്നിക്കണ്ടേ എന്നൊക്കെ. അതൊക്കെ അവർ തമ്മിൽ തീർത്തോളും, നമുക്കിപ്പോൾ അവരുടെ ഒപ്പം നിൽക്കാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അനി അങ്ങ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഇങ്ങനെ മുറിയിൽ നിന്ന് മുടിയൊക്കെ ചീക്കൊണ്ടിരിക്കുമ്പോൾ നയന കയറി വരുന്നു. അപ്പോൾ നയന ആദർശിനോട് പറയുകയാണ്, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ഇത്രയും നാളും ഞാൻ അടക്കി വെച്ചിരുന്നതാണെന്നൊക്കെ പറയും. എന്താണെന്ന് ആദർശ് സ്നേഹത്തോടെയാണ് ചോദിക്കുന്നത്. അന്നേരം പറയും, അമ്മയും ഞാൻ സ്നേഹത്തോടെ കഴിയണമെന്ന് ആദർശേട്ടൻ ചിന്തിച്ചിട്ടില്ലായിരുന്നോ, പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതെന്തായാലും ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുകയല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നോ അത്, ഞാൻ ആഗ്രഹിക്കുന്നതാണെന്നൊക്കെ പറയും. എന്നാൽ ഇനി ആ ആഗ്രഹം നടന്നില്ലെന്ന് വേണ്ട, അത് നടന്നിരിക്കുന്നു, അതുപോലെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ആദർശ്, ആണോ നിന്നെ അമ്മ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതെ, എന്നെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം മകനേക്കാൾ കൂടുതൽ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അത് കാരണം
അത് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആദർശനെ പറയും, അമ്മ എന്നോട് സത്യം ചെയ്യിപ്പിച്ച കാരണം ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇവരെ കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിയുമ്പം കാണിക്കുന്നത് നയന ഇതെല്ലാം ഇരുന്ന് ആലോചിച്ച് നിന്ന് എന്നിട്ട് പറയാം, ഓർക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ സത്യം ചെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ്റെ പ്രതികരണം ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ് നയന. പക്ഷേ നയനെ അറിയുന്നില്ലല്ലോ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ആദർശ് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ഇനിയുള്ള എപ്പിസോഡിലൊക്കെ നമുക്കതും കാണാം. ഇങ്ങനെ മധുരമുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടു നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.